ഹലോ, ഇന്നത്തെ നമ്മളുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ ആദ്യം ഉള്ളിയൊക്കെ നമ്മുടെ വായിൽ നിന്ന് പിടിക്കാൻ നോക്കി കേട്ടോ, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കിയതിന്റെ മിച്ചം പൊടിയാണ് കേട്ടോ. ബാക്കി കുറച്ചുണ്ടായിരുന്നുള്ളൂ, അത് ഞാനൊന്ന് കുഴച്ചിട്ട് ഇങ്ങനെ സ്മോൾ ഉണ്ട പോലെ ആക്കി എടുത്തു കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ വിശപ്പാണല്ലോ, അപ്പൊ കയറി ഇറങ്ങാൻ കഴിക്കുകയും ചെയ്യും. പിന്നെ വൈകുന്നേരം ചായക്കും എടുക്കാം കേട്ടോ. ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് സാമ്പാറാണ് വെക്കേണ്ടത്. അപ്പൊ ഞാൻ പച്ചക്കറികളെല്ലാം എന്തെങ്കിലും കുക്കറിലും വേവിച്ചു, അവിടെ ഒരു പാത്രത്തിലും വേവിച്ചു കേട്ടോ. തക്കാളിക്കായും വെണ്ടയ്ക്കായും മുരിങ്ങക്കോലും സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്, അല്ലെങ്കിൽ അത് വെന്തുടഞ്ഞു പോകുമല്ലോ. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലും ഉണ്ട്, വറ്റൽമുളകും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എണ്ണ ഒഴിച്ച് തിളച്ചപ്പോഴത്തേനും ഞാൻ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തു. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഉള്ളികളെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ആകട്ടെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ വറ്റൽമുളകൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു കളർ കിട്ടൂലല്ലോ. അങ്ങനെ നമ്മുടെ സാമ്പാറിനകത്തേക്ക് നമ്മളെ മൂപ്പിച്ച പൊടികളെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കണം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേനും ആണ് കേട്ടോ അതിന്റെ എല്ലാ പൊടികളും എല്ലാം നല്ലതായിട്ട് തന്നെ പിടിച്ച് നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റ് ആവുള്ളൂ. ഇവിടെ 3 മക്കൾക്കും ഏറ്റവും ഇഷ്ടം സാമ്പാറാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ സാമ്പാർ ഉണ്ടാക്കി വെക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാറും ദോശ, ഇഡലി, ചപ്പാത്തി, ചോറ് ഏതിന്റെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇളയാള് വന്നിട്ട് ആ ആവി പൊങ്ങുന്ന കണ്ടിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുവാണ് കേട്ടോ. ഇങ്ങനെ കൈകൊണ്ടൊക്കെ വെക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു വന്നിട്ട് ഇങ്ങനെ ആവിയിൽ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ. നല്ല അടിപൊളിയല്ലേ. ഇന്ന് നമുക്ക് കുറച്ച് അധികം ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു സാമ്പാർ വെക്കുവാണെങ്കിൽ എനിക്ക് പകുതി ആശ്വാസം കിട്ടും. മക്കൾക്ക് വിശക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.